ഈ പുള്ളിക്കാരൻ നേരെ വന്ന് അമ്മ വിളമ്പി കൊടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി. എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഞാൻ പുള്ളിയുടെ അടുത്തോട്ട് ബഹളം വെച്ച്, ഞാൻ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളമൊക്കെ വെച്ചിട്ട് മാലയൊക്കെ പൊട്ടിച്ച് ഭയങ്കര പ്രശ്നമായി. അപ്പോൾ നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച് കല്യാണം കഴിച്ച്, നമുക്കറിയില്ലല്ലോ ഇവർ നമ്മളെ പ്രേമിക്കുമായിരുന്നോ അല്ലാതെ ഇവർ പഴയ കാമുകീനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. ഞങ്ങൾ റിലേഷൻഷിപ്പിലായി ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ആ പെങ്കൊച്ചിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇയാൾ എന്നോട് പറഞ്ഞായിരുന്നു എനിക്ക് അവളെ തന്നെയാണ് ഇഷ്ടം, ഞങ്ങൾ ചെറ്റത്തരമാണ് നടക്കുന്നത്. ലാസ്റ്റ് കരഞ്ഞുകൊണ്ട് വീഡിയോന് മുമ്പിൽ വന്നിരിക്കുന്നത് ഫുൾ കാണ്. ഓരോ കോപ്രായങ്ങൾ ഓരോ നായ്ക്കൾ ചെയ്യുകയും ചെയ്യും. ലാസ്റ്റ് മറ്റൊരുത്തിന് കുറ്റങ്ങളും കാര്യങ്ങളായിട്ട് ഇതെന്താണ് ഈ കേരളത്തിൽ സംഭവിക്കുക? അർജുൻ എന്നെക്കാട്ടും കൂടുതൽ കാലം എൻ്റെ നാട്ടിൽ ഞാൻ വളർന്നു നടന്ന വ്യക്തിയാണ്. അവിടെ എൻ്റെ നാട്ടിൽ ഞാൻ എന്നെക്കാട്ടും കൂടുതൽ വളർന്നു വന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഇത്ര സ്വാതന്ത്ര്യം കിട്ടിയ എന്ത് തേങ്ങയും ചെയ്ത്. അർജുൻ ആയങ്കിയുടെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് റിപ്പോർട്ട് നൽകും. എറണാകുളത്തെ 3 കേസുകളിൽ ഒന്നിൽ ആയങ്കിക്ക് ജാമ്യം ലഭിച്ചിരുന്നു. ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് നൽകുമെന്ന് റൂറൽ SP KS സുദർശനൻ പറഞ്ഞു. അർജുനെ അറസ്റ്റ് ചെയ്ത ശേഷം കസ്റ്റഡിയിൽ വാങ്ങുമെന്നും SP പറഞ്ഞു. As of now, he has to be arrested in 3 cases in Ernakulam Rural District. One already has been arrested and released on bail. We are taking actions to get the bail cancelled in the previous case, as he has violated all the conditions imposed by the Honorable Court. And moreover, we have taken all the details of cases in which he has been involved. അർജുൻ ഇനിയുള്ള കാലം നിനക്ക് അഴിക്കുള്ളിലിരിക്കാം. ഓക്കെ. 2 ദിവസം നീണ്ട തിരച്ചിലിന് വിരാമമിട്ടു. നാടകീയമായി അർജുൻ ആയങ്കിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂരിൽ അഭിഭാഷകയുടെ വീട്ടിൽ നിന്നാണ് ഗുണ്ടാ നേതാവ് വലയിലായത്. പോലീസിനെ കണ്ടതോടെ ഇറങ്ങിയോടാനുള്ള ശ്രമം പക്ഷേ പരാജയപ്പെട്ടു. ഇവിടെ എല്ലാ സിസ്റ്റത്തെയും വെല്ലുവിളിക്കുന്ന ഗുണ്ടയ്ക്ക് ഇതാണ് അനുഭവം എന്ന് കരുതുക. ഇത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഗുണ്ടകളെയും നിലയ്ക്ക് നിർത്താൻ ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. ജനജീവിതത്തെ അപകടത്തിലാക്കാമെന്ന് ഒരു ഗുണ്ടയും കരുതണ്ട.